അങ്ങനെ കാത്തിരുന്ന നമ്മുടെ മാർഗ്ഗംകളിയുടെ ദിവസം എത്തി കേട്ടോ. പഠിച്ച് ഒരു മാസം തികയുന്നതിൻ്റെ അന്നായിരുന്നു ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. ഈ ഒരു മാസമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് 3 പാദം പഠിച്ചെടുക്കുക എന്നുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, ജോലിയുള്ളവരാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടായിരുന്നു നമ്മുടെ ഈ പ്രാക്ടീസ്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്ത് തകർക്കുന്ന ടൈമിലും ഞങ്ങൾ അകത്തിങ്ങനെ തെറ്റുന്നതും മനസ്സിലാക്കി വീണ്ടും ചെയ്ത് എല്ലാവർക്കും നോക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ വലിയ കാര്യമായിരുന്നു. നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. തലേ ദിവസം കയ്യിലും കാലിലും എല്ലാം മൈലാഞ്ചിയൊക്കെ ഇട്ട് നമ്മളതിന് വേണ്ടിയിട്ട് റെഡിയായി. ആ ട്രഡീഷണൽ വേഷത്തിലിരിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു എല്ലാവരെയും കാണാനായിട്ട്. പാടുന്ന ആൾക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു, എങ്കിലും അവൾ അതെല്ലാം മറികടന്ന് പാടി, നന്നായിട്ട് തന്നെ പാടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ ചെന്നൊന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ വിചാരിച്ചുള്ളൂ. പ്രൈസ് ഇത്തവണ നമ്മൾ നോക്കിയിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ജൂബലിൻ്റെയും ക്രിസ്റ്റിയുടെയും ബുദ്ധിമുട്ട് ഒരുപാടായിരുന്നു. ഇവരായിരുന്നു നമ്മളെ പഠിപ്പിച്ചത്. ഇവരൊരുപാട് കഷ്ടപ്പെട്ടു, വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ മന്തി കഴിക്കാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.